ഹായ്, അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ അത് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി നമ്മൾ ടൗണിൽ കുറച്ച് സാധനം മേടിക്കാൻ വേണ്ടിയല്ലേ ഞാൻ സുഹൃത്തിനെ കാണിക്കാം. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാല് നമ്മളെ നിതീഷിന്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നിതീഷ് അതൊന്നും ചോദിക്കരുത്, ചോദിക്കാൻ പാടില്ല. അത് പറയുമ്പോൾ നമ്മളെല്ലാം പറയുമോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം, വയസ്സ് ശരിക്കും. അപ്പൊ ഇന്ന് പറഞ്ഞാല് നമ്മൾ കഴിഞ്ഞ നമ്മള് അതിന്റെ അപ്പുറല്ലേ നിതീഷ് കിട്ടില്ല. നമ്മൾ പണ്ടേ അങ്ങനെ ഒപ്പരെങ്കിലും നിതീഷ് ജോലിന്റെ ഭാഗമായിട്ട് ഓരോ ബൈക്ക് ഇങ്ങനെ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് പരിപാടിയാക്കി. അപ്പൊ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ വിളിച്ചു, രാവിലെ വിളിച്ചു, ബർത്ത്ഡേന്റെ വിഷയം വിളിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു വന്ന കേക്ക് മുറി പരിപാടിയിലും ഉണ്ടാവും വിചാരിച്ചേ. പക്ഷെ എങ്കിൽ എല്ലാം ആഘോഷിക്കലുണ്ട്, കുട്ടിയെല്ലാം ആഘോഷിക്കലുണ്ട്. അപ്പൊ ഇന്ന് പറഞ്ഞ് ഇല്ല ഇപ്രാവശ്യം ഒന്നും ഇല്ല, ഇന്ന് ഉച്ചക്കങ്ങാരെ എത്തുകയും ചെയ്തത്. അപ്പോ അങ്ങനെ പറഞ്ഞപ്പോ നമ്മൾ വിചാരിച്ചു എന്നാ പിന്നെ ഒരു സർപ്രൈസ് അവന് കൊടുക്കാം. ഇവിടെ വന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ അവനൊരു ഗിഫ്റ്റും കേക്കെല്ലാം വീട്ടിൽ പോയിട്ട് ഒന്നും അറിയില്ല കേട്ടോ, ഒന്നും അറിയില്ല, അവനൊരു പ്ലാനും ഇല്ല. ഞാൻ ഇങ്ങനെ വിചാരിച്ചു നിങ്ങൾ വേറെ വൈക്കും ഞാൻ വേറെ വൈക്കും, രണ്ടാള് പരിപാടി വെള്ളാഴ്ച. അപ്പൊ ഞാൻ നേരം വിളിച്ചപ്പോ ബർത്ത്ഡേ അച്ഛൻ അറിയാന്ന് ചോദിച്ചു. ബിജോടെ വിളിച്ചു രാവിലെ വിളിച്ചു. അപ്പൊ നമ്മളെന്താക്കി ഓനൊരു സർപ്രൈസ് കൊടുക്കാൻ പറ്റിയ പരിപാടിയാണ്. നമ്മൾ മയിൽ ടൗണിലുള്ള ഇടുന്ന കേക്കും ഡ്രസ്സെല്ലാം മേടിച്ച് നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് ഓന് ഓന് ചോരക്കോലത്തിൽ തന്നെയാണ് എങ്ങനെയുള്ള അതേപോലെ കാണിക്കാം. വീഡിയോ എന്ന് പറഞ്ഞാൽ വീട്ടിലെത്തുമ്പോ തന്നെ വെച്ചാൽ നമ്മള് വീഡിയോ ഉണ്ട് പറയാം, നമ്മളെല്ലാം ഉള്ള പോലെ തന്നെ ഉണ്ടായാല്. പക്ഷെ ഒന്ന് പറഞ്ഞാൽ വാച്ച് വരെ ഇടും, കിടക്കുമ്പോ കൂടി ഗ്ലാസ് വരെ വെച്ചിട്ട് നമുക്ക് എടുത്തിരിക്കുന്നുണ്ടാവാം. അപ്പൊ നമുക്ക് ഇടുന്നൊരു കേക്ക് മേടിച്ച് ഡ്രസ്സ് മേടിച്ച് പോവാം. ഇതാ അതോ എനിക്ക് പോണ്ട അറിയോ? റെഡിന്റെ റെഡ് വേണം. അപ്പൊ നമുക്കിനകത്ത് ബർത്ത്ഡേ എഴുതാൻ വേണ്ടിട്ട് ആളില്ല ഇടാം. അപ്പൊ നമ്മൾ എഴുതുപോലെ ഹാപ്പി ബർത്ത്ഡേ നിതീഷ് അതിനകത്ത് എഴുതാം. നിതീഷിനോ കുഞ്ഞുമോന്നോ കുഞ്ഞുമോന്നില്ല അവർക്കൊണ്ടുണ്ട് ഹോറാന്ന് ചെയ്യുന്ന ആള് ഇതുപോലെ അങ്ങനെ HBD അല്ലേ? ഡേ ഡേയാ ചെറിയ ഒരു ഇതുണ്ടാവും, അത് നമ്മൾ അറിയാത്ത ആള് അല്ല എഴുതാൻ അറിയാത്തതല്ല, കേക്കിൻ്റെ അകത്ത് എഴുതാൻ അറിയാത്തത്. ഒരു കളിയാണ്. കുഞ്ഞു നീരായി കുഞ്ഞു മോന്നാന്ന് അവനെ വിളിക്കല് നിതീഷിന. അപ്പൊ അവന് ഇത്രയും വലുതായിട്ട് അങ്ങനെ വിളിക്കുന്നതുകൊണ്ട് അവന് ഭയങ്കര നാണക്കേട് വന്നു. ഇന്നതോടെ അടിപൊളിയാണല്ലോ. ശരിണ്ട് അല്ലേ? ശരിയല്ലേ? ഉണ്ടല്ലേ? ജീനുണ്ട് കേട്ടോ, ടീഷർട്ട് ജീൻസെല്ലാം ഉണ്ട്. ഏതാണെന്ന് വെച്ചാൽ അടിപൊളിയായിട്ട് പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. നേരെ രാവിലെ ഓളം വീട്ടിലുണ്ടായി കൂട്ടിയിട്ട് വന്നു പറയാം, ഉച്ചക്ക് വിളിച്ചാൽ കട്ടാക്കണ്ട എന്നെ വിളിക്കാം. കിടന്ന് ഉറങ്ങാനായിപ്പോ ഇല്ലേ? ഉറങ്ങണം, വാലോട്ടില്ല, വണ്ടിയുണ്ട്. അതുള്ള മുട്ടിയിട്ട് നമ്മളെ വീട്ടിലുണ്ടായിരുന്നു ഇത്. അപ്പൊ കണ്ടിട്ടുണ്ടാവും നമ്മൾ ആദ്യ വീട്ടിൽ ആ വീട്ടില് കുട്ടീനെ അങ്ങനെ വെച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. നമ്മളന്നേരം ആശുപത്രി ഇങ്ങനെ തിരക്കല്ലേ, നമുക്ക് ഇത് അച്ഛൻ ഫുള്ളായിട്ട് നല്ല വൃത്തിക്ക് നോക്കുന്ന. ഇപ്പൊ 4 കുട്ടികളല്ലേ അതുകൊണ്ടേ? 4 കുട്ടികൾ അതിയുണ്ടായി. പിന്നെ 4 നമ്മൾ കൊണ്ടുപോകും. ഹലോ ആ വാ വാടാ. ഹായ് നിതീഷ്. മുറ്റത്തൊരു മൈന. നമ്മൾ വന്നത് അറിഞ്ഞിട്ടേ ഇല്ല.
ഞാനിത് ഉറക്കത്തായിരുന്നു. ആദ്യം വരുന്നത് ഷട്ടിലാണ്ടോ അത് ഞാൻ ഇടുവല്ലോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. നമ്മളോട് പറയാണ്ടിരിക്കാൻ വേണ്ടി ഞാനുഷേ മുട്ടയടിച്ചിനി സന്തോഷം വരുന്നില്ല നിങ്ങള് കോളം ബെല്ല് അടിച്ച പാടെ ഇവ ഉറക്കായിരുന്നു. സാറടാ ആയില്ലേ, 4 മണിയായില്ലേ വാവേ, എണീക്കേണ്ട സമയമായില്ലേ. എൻ്റെ ഭാവിയിൽ 4 മണിക്ക് എണീക്കൂ. ശിവൻ ഉറങ്ങണ നേരം പോയിട്ടാണ് സംശയമുണ്ട്. നിതീഷ് മുടി മുറിച്ചു, എന്നിട്ട് ലാസ്റ്റ് മുട്ട അടിക്കേണ്ടി വന്നു, അങ്ങനെയല്ലേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ബർത്ത്ഡേ മറ്റേ ഏതാ ആയുരാരോഗ്യ ഇത് നേരുന്നു. ഒന്നുമില്ലടാ, ഇപ്പൊ പരിപാടി ഒന്നും ഇല്ലടാ എന്ന് പറയുമ്പോ ഭയങ്കരമായിട്ട് അല്ലെ. നമ്മളെ പരിപാടിയെല്ലാം കല്യാണത്തോടെ തീർന്നില്ലേ? അതെന്താണ് അങ്ങനെ ഒരു ടോക്ക്? എടാ കല്യാണത്തോടെ തുടങ്ങുന്ന പരിപാടി തുടങ്ങിയത്. അതെ ആ ഒറ്റക്കത് നിന്റെ കേക്ക് വാരി മൂത്ത് കഴിച്ചിട്ട് എന്തായാലും ഒരു ആഘോഷമോ? അല്ല നമ്മളെ ഇവരെല്ലാം ആഘോഷിക്കുന്നല്ലാണ്ട് നമ്മളെ നമ്മള് ആഘോഷിക്കില്ല. നീ കഴിഞ്ഞ ബർത്ത്ഡേ ആഘോഷിച്ചു ചോദിച്ചു വെറുതെ വലിയ ആളെ പറഞ്ഞ നമുക്ക് 30 വയസ്സിന് മുന്നേ ഇനി പിന്നെ നമ്മള് കാണിക്കാൻ താല്പര്യം. എഴുത്ത് വായന അറിയാത്ത നിങ്ങൾ രണ്ടിലാരോ ഒരാളാണ്. എനിക്ക് എഴുതാനറിയാം, വായിക്കാനേ അറിയാം. എത്ര വയസ്സായി? 24. ഞാൻ ചോദിച്ചു 24 പറയണ്ട. അംഗൻവാടി പോലെ എല്ലാരും ഉച്ചക്ക് ഉറങ്ങും. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തോന്നുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ നിതീഷ് പോലീസേ, ഹാപ്പി ബർത്ത്ഡേ പോലീസേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇതെങ്ങനെയാണോ നിന്റെ വായിൽ വെച്ചല്ലേ ആദ്യം. ഞാൻ എടുക്കാം. പാടാ തരാൻ വേണ്ടി ഇവക്ക് കിട്ടിയില്ലേ? അതല്ലേ ആഗോള കുഴപ്പം. സങ്കടായിട്ടല്ലേ? ഇതാരുടെ ബർത്ത്ഡേ? ആരുടെ ബർത്ത്ഡേ ഇത്? നീ ഇത് അടികൊടുത്ത് മേടിച്ചാ? ഞാൻ എടുത്ത് ഞാനും ഇനി ഉറക്കത്തിന്നും എണീച്ചില്ല. നിതീഷിന്റെ സ്വപ്നമാണ്. നിശായ് ഒരു വീട് എടുക്കുമ്പില്ലേ നമ്മളതിന് സ്വന്തമായിട്ട് വെള്ളം നനക്കുക, നമ്മളെ സ്വന്തം വീടിന് വെള്ളം അല്ലേ, വെള്ളം നനക്കുക. ഞാൻ നിരീക്ഷയോട് പറയുന്നു ഇതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ അകത്ത് കയറിയിരിക്കുന്നു വീട്ടിന്റെ. ഇതിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുമ്പോൾ ബാർപ്പാകുന്ന ദിവസമാണ് ഇതിന്റെ ഒരു മെയിൻ പാർപ്പാ. മെയിൻ പാർപ്പിന്റെ ദിവസം ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീൽ ആയിരിക്കും. ഇപ്പൊ നല്ല ഫീലായി. ഇപ്പൊ നല്ല ഫീൽ കിട്ടോ. ഇനി പണിയെടുത്തിട്ട് നല്ലോണം കല്ലെടുത്ത് മരിക്കലും എന്നോട് പറഞ്ഞ് ഞാൻ നാളെ ലീവ് എടുക്കാന്ന്. അപ്പൊ ഞാൻ ലീവ് നാളെ പണിയില്ലേ, എനിക്കിപ്പോ അതാന്ന് ലീവ് എന്ന് പറഞ്ഞു. പണിക്കോന്ന് ഇപ്പൊ ലീവ്, ഇതാണ് എനിക്ക് പണി എന്ന് പറഞ്ഞു. വണ്ടിയിൽ ഇരിക്കുമ്പോ കൂട്ടോട്ടതായിട്ട് ലിവരി വെച്ച് എന്നാന്ന് ഞാൻ പറഞ്ഞു. നടുന്ന് വെറുതാണ്. അല്ല അങ്ങനെ ഉണ്ടാവും പണിയെടുക്കും വീട്ടിന്റെ പണിയെടുക്കുമ്പോ. ഞാനെല്ലാം വീട്ടിന്റെ ഇവര് പറഞ്ഞോട്ട് നീ ഏതാ ഞാനങ്ങനല്ല താത്തികാരി നോക്കിക്കല്ലേ. ആ ശരി തന്നെ. ഇങ്ങനെ ആയി വന്നിട്ടാകുമ്പോൾ നമ്മളെ നളിനീച്ചിൻ്റെ വിനിഷാലിൻ്റെ വീടാണ്. തേങ്ങയെല്ലാം സ്വന്തം പറമ്പത്തിന് ഇളന്നിരുന്ന പറയുമ്പോൾ വീട് നോക്കറാ, പരിക്കൊന്നുമില്ല. കുറ്റാട്ടർക്കാവില് നമ്മളെ 2 സ്റ്റെപ്പ് ഉണ്ടാവും. എല്ലാ വർഷവും ഞാനാ കൊറിയോഗ്രാഫി അല്ല അത് മാത്രല്ല നമ്മളെ കോട്ടത്ത് തെയ്യുണ്ട്. അപ്പോ 6 മുതൽ 12 വരെ നമ്മളെ കോട്ടത്ത് തെയ്യാണ്.
അപ്പോൾ നമ്മളെ ഒരു സ്കിറ്റും പരിപാടിയെല്ലാം അന്നത്തെ ദിവസം ഉണ്ട്. നമ്മളിങ്ങനെ പ്ലാൻ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം പഠിച്ചിങ്ങനെ വരുന്ന് ആയില്ല ആയിട്ടാൻ പറയാം. ലീവ് ഉണ്ടെങ്കിലും മെയിൻ ഹീറോ ഞാനായിരിക്കും. എന്നെ കൂട്ടുന്നില്ല. പോരെ, എനിക്ക് ലീവ് വേണ്ട. അല്ല ലീവ് ക്യാൻസൽ ചെയ്യാതെ ലീവ് ലോങ് ഡയലോഗ് നിതീഷാന്റെ സ്കിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളും വരില്ല മിണ്ടാണ്ട്. ഒന്നുമില്ല ആരും നോക്കാലോ. ആ നമ്മളൊരു കഥയുണ്ട് നമ്മളെ ഡയലോഗ് ഒന്നുമില്ല അതിന്. നമ്മുടെ സ്ക്രിപ്റ്റില് കേറി പറഞ്ഞോളൂ. അങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ. അല്ല അതിന്റെ ഇറക്കല്ലേ പുറത്തുനിന്നാലും കേൾക്കും. എല്ലാരും ഹാപ്പി അല്ലേ? ശബളിച്ച് പനിയാന്ന് കേട്ടാ, അതുകൊണ്ടാണ് അത് പരക്കുണ്ട്. അന്റെ സൗണ്ട് മാറിയിട്ടാണെന്നില്ലേ? എല്ലാവർക്കും പനിയേനു. അതെയാ, ബിജോട്ടാ നമുക്ക് പോവാം. ഞാനുഷേ ചിരിക്കുന്നുണ്ട്, അങ്ങോട്ട് നോക്കി ചിരിക്കുന്നുണ്ട്. ഇവനെടുന്ന അണ്ടി ഇടുന്നു. അണ്ടിയല്ല ഇത്. ഒരു സഞ്ചി വെച്ചു, ഒരു സഞ്ചി നിറച്ചു അണ്ടി. അതായത് നാറിനാട്ടിനാണ് കൊണ്ടത് കേട്ടാ, ഇവനല്ല. അപ്പൊ പൃഥ്വി മാവിന്റെ വേറെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനത്തെ തന്നെ മേലെ കേറുമ്പോ ഇത് കേരി പറിക്കുന്നു ഞങ്ങള്. അല്ലല്ല തേങ്ങയായിട്ട് എറിഞ്ഞു തരും ഓരോന്ന്. ഏണി വെച്ചിട്ട് കേറി പറിക്കും ഞാൻ ചോദിച്ചേ. ഇവൻ അറിയില്ല, ഇവനില്ലേ, ഇവൻ സംഭവം അറിയില്ല. അല്ലല്ല ഞാൻ ഇവിടെ ഇവനത് അറിയില്ല ഇതെന്നാ സംഭവം. നാലാണ്ട് എന്താ അറിയാം, അത്രയും പേരെ കയറ്റി കൊക്കായിട്ട് പറിക്കല്ലോ അല്ലേ? ഇവനത് അറിയില്ല, എനക്കറിയാം. അതുകൊണ്ടാണ് അല്ല ഉന്തിയിടുക, കൊക്കട്ടി അങ്ങോട്ട് ഉന്തുക അല്ലേ? എന്നിട്ട് അങ്ങനല്ലേ? അത് പറയാ അന്നെ സപ്പോർട്ട് ചെയ്യും പ്ലീസ്. ഞാൻ എല്ലാ റീലിലും കമന്റ് ഇടുന്നില്ലേ? നീ വളരെ ശ്രദ്ധിക്കുന്ന നീ ഓന്റെ ഇത് പറഞ്ഞറിയാ, ഇത് നീ ഏണിമ കേറേന്ന് പറയാൻ വേണ്ടിട്ടാണ്. അതിന് എന്റെ കഴുത്ത് കേറിയിട്ടില്ല, എന്നെ കൊന്ന്. പരിപാടി ഗംഭീരമാക്കി തന്ന നിങ്ങൾക്ക് കമ്മിറ്റിയുടെ പേരിലും എന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. അപ്പൊ നമ്മള് വന്ന് കേക്കിനെ മുറിച്ച് പോകുന്നു. എന്തായാലും സന്തോഷം. ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളാണ് നമ്മളത്. അല്ല ഇത് നമ്മള് വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞാണ്. പിന്നെ ഞാൻ ഇന്ന് എന്തായാലും വീഡിയോ ഇടുന്നില്ല എന്ന് വെച്ചിരുന്നു. അപ്പൊ ചേട്ടൻ പറഞ്ഞാ പിന്നെ ഒരു കാര്യം ചെയ്തോ, നമുക്ക് ഇവന്റെ എങ്ങനെയാണെന്നുള്ളത് കാണാനാ. നീ എങ്ങനെയാ വീട്ടിലൊരു ചിലപ്പോ ഈ വീഡിയോ എടുത്തതോടുകൂടി ഇവനും ഞാനും തമ്മിലുള്ള ബന്ധം എന്റെ സമൂഹത്തോടു കൂടി ഒരു സമ്മതിച്ചു. അപ്പൊ നിതീഷ് സമ്മതിച്ചോണ്ട് നമ്മൾ ഇവൻ എങ്ങനെയാണ് അപ്പൊ ഒരു കഷ്ടം കുഞ്ഞ് വരുന്ന ഒരു കാര്യം പിന്നെ ഷർട്ട് ഇട്ട് കാണിക്കും. അപ്പൊ പുതിയ വിശേഷമായിട്ട് നാളെ വരാം. അതുവരെ